ഇന്ന് നമുക്ക് ചില്ലി ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഈ മുട്ടയിലേക്ക് നമുക്ക് ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത് ആഡ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. 1/2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. മൈദ ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തതൊരു ബാറ്ററാക്കി മാറ്റാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ തീരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമുക്കിത് മിക്സ് ചെയ്ത് വയ്ക്കാം. നമുക്ക് ഈ ചിക്കൻ അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓൺ ചെയ്യാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഈ ചിക്കൻ കഷ്ണങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ കഷ്ണങ്ങൾ ഒരു വശം വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങൾ ഇപ്പോൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കതിന് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ബാക്കിയുള്ള ചിക്കൻ കഷ്ണങ്ങളും ഇതുപോലെ എണ്ണയിൽ വറുത്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ എല്ലാം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ചില്ലി ചിക്കൻ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് ചിക്കൻ വറുത്ത് വെച്ച എണ്ണയിൽ ബാക്കിയുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. ഈ എണ്ണയിലേക്ക് ചെറുതായി അരിഞ്ഞ 5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എരിവില്ലാത്ത പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ചതുരത്തിൽ മുറിച്ച ഒരു സവോള ചേർത്ത് കൊടുക്കാം. സവോള വഴന്നു കഴിയുമ്പോൾ ഒരു ക്യാപ്സിക്കം ചെറുതായി ചതുരത്തിൽ മുറിച്ചത് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സോസുകളെല്ലാം ഒന്ന് യോജിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് മിക്സ് ചെയ്യാം. 2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചില്ലി ചിക്കൻ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.